ഹലോ, വെൽക്കം ബാക്ക് ടു ലാഹിസ് വൈബ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനത് ഒരു കുട്ടി ഷോപ്പിങ്ങിലാണ് കേട്ടോ. നാട്ടിൽ നിന്ന് നമ്മുടെ ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവരുടെ റൂമിൽ വെക്കാമെന്ന് കരുതി. അങ്ങനെ ദേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ റൂമല്ല, അവർക്കായിട്ടെടുത്ത ഒരു വീടാണ്, ഒരു കുഞ്ഞു അറബി വീട്. ഇനിയത്തെ ഞങ്ങളുടെ തറവാട് വീട്. അപ്പോൾ ആരൊക്കെയാണ് ഈ നാട്ടിൽ നിന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ സ്വന്തം പപ്പയും ഉമ്മച്ചിയും 4 ബ്രദേഴ്സും കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് പാത്രങ്ങളും കേക്ക് എടുത്ത് സെറ്റാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ദേ പറഞ്ഞു തീരുമ്പോൾ അവരിങ്ങെത്താനായിട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുപോവാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഞങ്ങളുടെ തറവാട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. വീടൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് വൃത്തിയാക്കി കുറേ നേരമായിട്ട് അവരെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എല്ലാവരും എയർപോർട്ടിലോട്ട് പോയതാണ്. പുറത്താണെങ്കിൽ ഭയങ്കര ചൂടുമാണ് കേട്ടോ. ഫൈനലി അവരെത്തിയിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫാമിലിയെക്കുറിച്ച് എന്ത് പറയാനാലേ, സ്നേഹം കൊണ്ട് നിർമ്മിച്ച ചെറിയൊരു ലോകം, ഭൂമിയിലെ സ്വർഗം. അല്ലാണ്ട് ഞങ്ങളുടെ ഈ കുഞ്ഞു സ്വർഗത്തിലെ അംഗങ്ങൾ ദേ ഓരോരുത്തരായിട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം അവരൊക്കെ കാണുന്നൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ കുടുംബം എന്നതൊരു കൂറ്റൻ മരമാണല്ലേ. അമ്മ എന്ന പേരിലും അച്ഛൻ എന്ന ശിഖരത്തിലും വിരിഞ്ഞ കിളികൾ നമ്മളും. പറന്ന് ചിറക് തളരുമ്പോൾ വീണ്ടും നമ്മൾ വന്ന് എത്തുന്നതും കൂടുകൂട്ടുന്നതും ഈ കൂറ്റൻ മരത്തിൽ തന്നെ അല്ലേ. എന്തും ഏതും വിലപ്പെട്ടതായി തോന്നുക എപ്പോഴാണെന്നറിയോ? ഒന്നെങ്കിൽ അത് കയ്യെത്താ ദൂരത്താവുമ്പോൾ, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുമ്പോൾ. ഈ ഫാമിലി ലൈഫും അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാവരും നല്ലപോലെ ടയർഡായിട്ടാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയിലോട്ട് പോയി. ഞാൻ അധികം ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പത്തിരി, പൊറോട്ട, ചിക്കൻ കറി, ഫിഷ് കറി, പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പെട്ടിപ്പൊട്ടിക്കൽ സൈഡിലൂടെ തകൃതമിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇതെനിക്ക് ഉമ്മമ്മ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ്. എൻ്റെ ഗാർഡൻ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് മണി പ്ലാന്റ്സും പപ്പായ, കറിവേപ്പില ഇതിൻ്റെ തൈകളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും അതിൻ്റെ ക്ലീനിങ് പരിപാടികളും ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നാട്ടിൽ നിന്ന് പലതും കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ. തക്കാളി ഉള്ളിയൊക്കെ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും തക്കാളി ഇതേ ഇവിടെ സേഫായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ആൾക്ക് ഒരു കുഴപ്പമില്ല. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓരോന്നായി പതുക്കെ അൺബോക്സിങ് ചെയ്ത് എല്ലാം എടുത്ത് ഒതുക്കി വെക്കുന്ന പരിപാടിയിലാണേ. അങ്ങനെ വെറും കൈയോട് ഇങ്ങോട്ട് വന്ന ഞങ്ങൾ ഒരു പെട്ടി നിറയെ സാധനവുമായിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. പെട്ടിയിൽ കൊള്ളാത്തതിൻ്റെ പുറമെ ഒരു കവർ നിറയെ വേറെയും എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ തറവാട് വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഞങ്ങളുടെ റൂമുള്ളത്. വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കാർ എടുത്തിട്ടാണ് പോയിട്ടുള്ളത്. സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ലഞ്ച് ടൈം ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. ഇനിയിപ്പം തീറ്റയും കുടിയൊക്കെ ഇവിടെ തന്നെ ആയിരിക്കും. ഞങ്ങൾ പോയി തിരിച്ചെത്തിയപ്പോഴേക്കും ഉമ്മച്ചി ഇവിടെ ദേ ലഞ്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിലും ഉമ്മാൻ്റെ ഒരു കൈപ്പുണ്യം അല്ലേ. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണേ. അങ്ങനെ ഡിന്നർ ഞങ്ങൾ പുറത്തുനിന്നാക്കി. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഡിന്നർ സ്പെഷ്യൽ. പലതരം ഫിഷ് ഗ്രില്ല് ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അങ്ങനെ ഇതൊക്കെയാണ് ഉമ്മച്ചിയും പപ്പയൊക്കെ ഞങ്ങൾക്ക് നാട്ടിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങൾ കേട്ടോ. ഇത് മാത്രമല്ല വേറൊരു ബോക്സും കൂടിയുണ്ട്. അതെൻ്റെ ഉമ്മ എനിക്ക് നാട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ് കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിലിടാം അതിനകത്ത് എന്താണെന്ന്.